വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗാണ്. നമ്മുടെ 25ാമത്തെ നോമ്പിൻ്റെ വ്ളോഗാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഇതിന് എന്താകോ എന്തോ എന്നൊരു എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് പോകുന്നത് സംഭവം വേറെ ഒന്നുമല്ല. ഞാൻ ഹീസുവിന് ഹൈ ചെയറിൽ ഇരുത്തിയിട്ട് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് മാറ്റി തറയിലിടക്കുകയാണ് അവൻ്റെ മെയിൻ ആയിട്ടുള്ള ജോലി. അപ്പോൾ ഇതിൽ നിന്നുള്ള പുറക്കും പിന്നെ അതിൻ്റെ ക്ലീനിങ്ങും കാര്യമായിട്ട് എൻ്റെ ജീവിതം ഫുള്ള് ക്ലീനിങ്ങാണ് ഗൈസ്. ഞാനൊരു ടെക്നിക്ക് കണ്ടുപിടിച്ചു. വേറെ ഒന്നുമല്ല, ഇവിടെ സുപ്ര എന്ന് പറയുന്നൊരു സംഭവം കിട്ടും. അതായത് ഇവിടെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. അത് മേടിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഇവിടെ ഉള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക ഗൈസ്. അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ എൻ്റെ എല്ലാ ഇതും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം വിരിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് എളുപ്പമായിട്ടായിരുന്നു ഗൈസ്. വലിയ എളുപ്പമില്ല, എന്നാലും അത് കഴിവണം വരുന്നു. ഒന്ന് ചീഞ്ഞാലല്ലേ മറ്റേതിന് വളമാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഒന്ന് വൃത്തിയോടായാലല്ലേ മറ്റേതൊന്ന് ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നു. ഇന്ന് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുകയാണ് ഗൈസ്. പൊരിച്ച പത്തിരിയും ചിക്കൻ കറിയും. കുറേ ദിവസമായിട്ട് എൻ്റെ റീൽസിൻ്റെ ഫീഡിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഗൈസ്. അപ്പോൾ ഇന്നത് ട്രൈ ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി സവാള അരിയിലായിരുന്നു ഗൈസ്. ഈ ഒരു സംഭവത്തിന് നമ്മളെ നാട്ടിൽ ഒരു സൊല്യൂഷനും ഇല്ല അല്ലേ. ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതൊക്കെ മാറ്റി പിടിക്കാനായിട്ട് പറ്റില്ലല്ലേ. കുഴപ്പമില്ല, അതൊക്കെ നല്ല അരിഞ്ഞെടുത്തതിന് ശേഷം ഇവിടെ എന്തോ ചെയ്യുന്നുണ്ട് ഹീസുട്ട്. പേടിക്കേണ്ട ഗൈസ്, അവൻ്റെ ആക്രി പറക്കുന്നതാണ്. ആക്ച്വലി നിങ്ങൾ ഈ ഒരു ദിവസത്തെ വ്ളോഗാണ് കാണുന്നുണ്ടെങ്കിലും 2 ദിവസത്തെ വ്ളോഗാണ് ഗൈസ് ഇതിലൂടെ നിങ്ങൾ അറിയാൻ പോകുന്നത്. ഞാൻ ഈ ഒരു എടുത്ത ദിവസത്തെ വ്ളോഗും പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന ദിവസത്തെ വ്ളോഗും ആയിരിക്കും. അപ്പോൾ എന്തായാലും പൊരിച്ച പത്രിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പീരി, ചെറിയ ഉള്ളിയും ജീരകവും കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒന്ന് ചതച്ചെടുക്കുന്ന പരിപാടി, ഒന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ മിക്സിയിൽ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മാവൊക്കെ ഇട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കണം. നമ്മുടെ പത്രിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ അതൊന്ന് കുഴച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ യേസുവിനെ കൂടി നോക്കുന്നുണ്ട് ഗൈസ്. ചോറ് കൊടുത്തിരിക്കുകയല്ലേ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നോക്കും ആ ഒരു സുപ്രയിൽ തന്നെയാണോ വീഴുന്നതെന്നുള്ളത്. എന്താണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് മാവൊക്കെ റെഡിയാക്കാനായിട്ട് ചൂടുവെള്ളവും വെച്ച് ചൂടുവെള്ളമൊക്കെ തിളച്ചോണ്ടിരുന്നപ്പോൾ അവിടെ ഒന്ന് കരയുന്ന ഗൈസ്. അങ്ങനെ ഞാൻ ഓടി വന്ന് അവനെ എടുത്തു. അതിനുശേഷം ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് കുളിപ്പിച്ചു. അതൊക്കെ ക്ലീനാക്കി. ഞാൻ വിചാരിച്ചൊരു പകുതിയെങ്കിലും കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചപ്പോൾ ബാക്കി പകുതി ഒളിപ്പിച്ച് അവൻ്റെ ഉടുപ്പിനകത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് സുപ്ര എന്തായാലും അടിപൊളി ട്രിക്കാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സുപ്രാനെ വേണമെന്നില്ല, നമുക്ക് നോർമലി നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പ്ലാസ്റ്റിക്കോ എന്തെങ്കിലുമൊക്കെ കവറൊക്കെ വെച്ചിട്ട് ഇതേപോലെ ചെയ്യാൻ കേട്ടോ. ഇത് കഴിവണമെന്നുണ്ടെങ്കിലും ഒരു സുപ്ര കഴിവണമെന്നുണ്ടെങ്കിലും പക്ഷേ സംഭവം അടിപൊളിയായിരുന്നേ. അതിനുശേഷം ഹൈ ചെയറൊക്കെ വൃത്തിയാക്കി ഹൈസൂട്ടിനെ ഒന്ന് പെട്ടെന്നൊരു കുളിയൊക്കെ കുളിപ്പിച്ച് എടുത്തു. അതിനുശേഷം ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചു. എന്നിട്ട് വീണ്ടും അവിടെ ഇരുത്തി. ഇന്ന് കാത്തുവിട്ട സമയത്ത് ഏതോ ഒന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല ഗൈസ്. അങ്ങനെ നല്ല സുന്ദര കുട്ടപ്പനാക്കി ഗൈസ്. അതിനുശേഷം ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്നു. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഓഫ് ചെയ്തു. അപ്പോൾ തന്നെ എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാലും ഒന്നും നടക്കില്ല എന്നുള്ളത് കൊണ്ട് ഞാനങ്ങനെ അത് ഓഫ് ചെയ്തിട്ട് തന്നെയാണ് ഹേസുവിൻ്റെ അടുത്തേക്ക് വന്നത്. അങ്ങനെ വീണ്ടും തിളപ്പിക്കാനായിട്ട് വെച്ചു. നന്നായിട്ട് തണുത്ത് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും തിളപ്പിക്കാൻ വെച്ചു. നമ്മുടെ പത്തിരിയിലേക്ക് ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തു ഗൈസ്. അതിനുശേഷം നന്നായിട്ട് ഇളക്കലായിരുന്നു. ആദ്യം നല്ല വെള്ളം കൂടിപ്പോയി. അങ്ങനെ കുറച്ചുകൂടി മാവിട്ടു. അങ്ങനെ പണികൾ ഒരുപാട് വരുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ചൂടോട് കൂടി തന്നെ കുഴയ്ക്കണം. ഞാൻ ഇതിനകത്ത് അരിപ്പൊടി, അതായത് 2 അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇടിയപ്പത്തിൻ്റെ പൊടി, നല്ല നൈസ് പൊടിയും, ഒന്ന് പുട്ടിൻ്റെ പൊടിയും. കുറച്ച് തരി കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. ചിലർ നമ്മുടെ പച്ചരി നന്നായിട്ട് കുതിർത്തിട്ട് അത് അരച്ച് ഒരു തരിപ്പോട് കൂടി പൊടിച്ച് അങ്ങനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചിലരാണെന്നുണ്ടെങ്കിൽ മൈദയും റവയും അരിപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചിലർ ചെയ്തിരിക്കുന്നത്. പലരും പല റെസിപ്പിയാണ് ഗൈസ്. പക്ഷേ ഒതൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റിൽ പലരും ചെയ്തിരിക്കുന്നത് അരിമാവ് മാത്രമാണ്. പക്ഷേ അവിടെയാണ് ഞാൻ തെണ്ടിപ്പോയത് ഗൈസ്. ആ ഒരു നഗ്ന സത്യം ഞാൻ ലാസ്റ്റ് പറയുന്നതാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചു ഗൈസ്. അതിനുശേഷം ഞാൻ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള പാനൊക്കെ അടുപ്പത്ത് വെച്ച് കുനുകുന അരിഞ്ഞിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ സവാള ഇട്ട് കൊടുത്തു. സവാളയുടെ ഇടക്കൂടെ വിളിക്കാത്ത കല്യാണത്തിന് ചെന്ന് കയറിയതുപോലെ തക്കാളി ചെന്ന് വീണിട്ടുണ്ടായിരുന്നു ഗൈസ്. കുഴപ്പമില്ല. അതിനുശേഷം ഞാൻ നന്നായിട്ട് മിക്സൊക്കെ ചെയ്ത് കൊടുത്തു. വഴറ്റിയതിന് ശേഷം നമ്മുടെ മാവിലേക്ക് കുറച്ച് കളർഫുള്ളാകാൻ വേണ്ടിയിട്ട്, കളർഫുള്ളല്ല, കുറച്ചൊന്ന് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് കരിഞ്ജീരകമില്ലേ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കുറച്ച് വീഡിയോയിൽ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. ചില വീഡിയോയിൽ വേറെ എന്തോ ഒരു ഐറ്റമാണ്, എൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതാണ് ഇടുന്നത്. നമ്മുടെ ഈ മുറുക്കിലൊക്കെ കിടക്കൂലേ, ആ ഒരു ഐറ്റമാണ്. അതിനുശേഷം നന്നായിട്ടൊക്കെ മിക്സ് ചെയ്ത് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും ഞാൻ ഒതുക്കി വെക്കാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കാൻ പറഞ്ഞു. തേങ്ങയുടെ ആ ഒരു മിക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മുടെ അരിപ്പത്തിരിക്കൊക്കെ വേണ്ടിയിട്ട് കുഴയ്ക്കുന്ന പോലെ.
അതിനുശേഷം അത് മാറ്റി വെച്ചു. ഞാൻ വീണ്ടും വഴറ്റലും പറക്കലൊക്കെ ആയിരുന്നു. ആദ്യം പോയ തക്കാളിക്ക് പിറകെ അതിൻ്റെ ഫാമിലി ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ പത്തിരിക്ക് വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം തിളപ്പിച്ച് വെച്ചത് കൊണ്ട് ആ ഒരു വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഗൈസ്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം ചിക്കൻ പീസൊക്കെ ഇട്ട് കൊടുത്തു. കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ അതിനകത്ത് ഇട്ട് കൊടുത്തു. അതിനുശേഷം അങ്ങനെ കുളിപ്പിച്ചൊക്കെ ആക്കിയിട്ടുള്ള ഹേസൂട്ടൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഐറ്റം ആണ് ഗൈസ്. ഓർക്കാപ്പുറത്ത് എടുത്ത് കൊടുക്കുന്നതാണ്. എന്താടാ അങ്ങനെ ഈ ഒരു സംഭവം എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ചില സമയത്ത് ഞാൻ സ്പൂണും കാര്യങ്ങളൊക്കെ കൊടുക്കും, അതും കൊണ്ടങ്ങ് പോകും. നല്ലൊരു ചിരിയൊക്കെ പാസ്സാക്കിയിട്ട് അതും കൊണ്ടങ്ങ് പോകും. ഇപ്പം ഞാൻ എന്തിനാണോ ഇതെടുത്ത് കൊടുത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ്റെ കയ്യിൽ കൊടുത്തു. അതും കൊണ്ട് കുറച്ച് നേരമൊക്കെ കളിച്ചു. ഭാഗ്യത്തിന് പരിക്കുകളൊന്നും ഇല്ലായിരുന്നു ഗൈസ്. പിന്നീട് എനിക്ക് ഓർമ്മ വന്ന സമയത്ത് ഞാനത് പതുക്കെ അങ്ങ് കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അതിന് കുറച്ച് നേരം കടന്ന് കരച്ചിലും വീച്ചിലൊക്കെ ആയിരുന്നു. അതിനുശേഷം നമ്മുടെ പത്തിരി ഇതേപോലെ പരത്താനായിട്ട് പോവുകയാണ് ഗൈസ്. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ഇതേപോലെ ഒരു കവർ എടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് എണ്ണയൊക്കെ പുരട്ടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത മാവ് ഇതേപോലെ പരത്തി കൊടുത്ത് അതിൽ നല്ല ഷേപ്പിന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ശർക്കരയുടെ ഡപ്പേര അടപ്പുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ അത് വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്തു ഗൈസ്. ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു അത് കണ്ട സമയത്ത്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി അങ്ങനെ നമ്മുടെ പത്തിരികൾ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടേയിരുന്നു ഗൈസ്. അങ്ങനെ ഓരോന്നായിട്ട് പത്തിരികൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതിൻ്റെ ഇടയിൽ ചിക്കൻ കറി നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഓരോ സാധനങ്ങൾ കൊണ്ട് ഈ ബക്കറ്റിനകത്ത് ഇടുന്നുണ്ടായിരുന്നു. പിന്നെ അതിനിടയിൽ എൻ്റെ പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഹാളിലൊക്കെ കൊണ്ട് വെക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല ഗൈസ് എന്തൊക്കെ ചെയ്യണമെന്ന്. അതിനുശേഷം ചിക്കൻ കറിക്ക് കുറച്ച് കുരുമുളകിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ കുരുമുളക് ഇട്ടു ഗൈസ്. ഇത്തിരി ഒന്ന് എരി ഉണ്ടായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുരുമുളക് ഇട്ട് ഒന്ന് പിടി ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വീണ്ടും വേവിക്കാനായിട്ട് വെച്ചു. കുറച്ചൊന്ന് തിക്കായിട്ട് ഇരിക്കട്ടെ, അല്ലെങ്കിൽ എന്താണ് ഒന്ന് റോസ്റ്റ് ആയിട്ട് പോലെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ചതിച്ചു ഗൈസ്. അത് ഞാൻ ലാസ്റ്റ് പറയാം. എന്തായാലും അതിന് ശേഷം ബാക്കി പത്രികളൂടെ ഉണ്ടാക്കി. ലാസ്റ്റ് എൻ്റെ ഹേസൂട്ടനൊരു പത്രി ഇല്ലാതെ പറ്റില്ലല്ലോ ഗൈസ്. അതുകൊണ്ട് സ്നേഹമുള്ള അമ്മയായിട്ടുള്ള ഞാൻ എങ്ങനെയാണ് അവനൊരു പത്രി ഉണ്ടാക്കാതിരിക്കുന്നത്. അങ്ങനെ ഞാനൊരു കുഞ്ഞി പത്രി ഉണ്ടാക്കി ഗൈസ്. വേറൊരു ശർക്കരയുടെ ടിന്നിൻ്റെ അടപ്പുണ്ടായിരുന്നു ഗൈസ്. എൻ്റെ കയ്യിൽ ഒരുപാട് എണ്ണമുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു കുഞ്ഞി പത്തിരി കൂടി ഉണ്ടാക്കി, 2 എണ്ണം. അങ്ങനെ അതുകൂടി ഉണ്ടാക്കിയതിന് ശേഷം വാട്സപ്പ് ബ്രോ ഈ ഒരു സംഭവം കണ്ടിട്ടില്ലേ, ട്രെൻഡിങ് ആയിരുന്നു ഒരു സമയത്ത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ കറി വീണ്ടും കുറച്ചുകൂടി വറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഗൈസ്. അതിനുശേഷം ഹേസൂട്ടനൊരു സ്ട്രോബെറിയൊക്കെ കൊടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊണ്ട് വെച്ച് കൊടുത്തു. കാരണം ഭയങ്കര കുരുത്തക്കേടായിരുന്നു ഗൈസ്. ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും എൻ്റെ സ്പൂണും പാത്രങ്ങളെല്ലാം എടുത്ത് അടിയിൽ നിന്ന് എടുത്ത് ഹാളിലൊക്കെ കൊണ്ടിടുമായിരുന്നു ഗൈസ്. സ്ഥാനം മാറ്റണമെന്ന് ഞാൻ സത്യമായിട്ടും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ അവൻ എന്തൊക്കെയോ എടുത്തുകൊണ്ട് പോയി ഹാളിലൊക്കെ വെച്ചു. അതൊക്കെ പിന്നെ അതിൻ്റെ ഇടയിൽ പറക്കിക്കൊണ്ടൊക്കെ വെച്ചു. എനിക്ക് എൻ്റെ അല്ലോ ഊപ്പാട് വന്നു ഗൈസ്. അതിന് ശേഷം ഞാൻ ഈ ഒരു സ്ട്രോബെറി കൊടുത്തത് എന്തിനാണെന്ന് അവന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ആ ഒരു സാധനത്തിൻ്റെ അകത്തൂടെ എടുത്ത് ഇടുന്നുണ്ടായിരുന്നു. പിന്നെ വീണ്ടും അത് അകത്ത് വീണുകൊണ്ട് ആ ഒരു പെട്ടിയും കൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് തുറന്നു തരാൻ വേണ്ടി വീണ്ടും പറഞ്ഞു. എന്തിനായിരുന്നു ഞാനത് ചെയ്തതെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയി ഗൈസ്. അതിനുശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി നമ്മുടെ ചിക്കൻ കറിയിലിട്ട് കൊടുത്തു ഗൈസ്. അതിന് ശേഷം മൂടി വെച്ചു. ജസ്റ്റ് ഒന്ന് റോസ്റ്റായിട്ട് പോലെ വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞാൻ തീ ഓഫ് ചെയ്തു. എന്തിനാണ് ഇട്ട് കരിക്കണേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓഫ് ചെയ്തു ഗൈസ്. ഇതിലൊന്നും ഇല്ലായിരുന്നു, പറ്റിച്ചേ ഗൈസ്. അങ്ങനെ ചിക്കൻ കറി യമ്മിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ മൂടി വെച്ച് റെഡിയാക്കിയതിന് ശേഷം പാത്രങ്ങളുണ്ടായത് ഗൈസ് കഴുകി ഒതുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി. അതിനുശേഷം സുപ്ര കഴുകി ഗൈസ്. പക്ഷേ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. കുറേ വെള്ളം എടുത്തിട്ട് ഇതേപോലെ പൂളിലിട്ട് കഴുകുന്നത് പോലെ കഴുകി കഴിഞ്ഞാൽ നല്ല എളുപ്പമുണ്ടായിരിക്കും. പിന്നെ പണ്ടൊക്കെ നല്ല ബെഡ്ഷീറ്റൊക്കെ കഴുകി നല്ല ശീലമുള്ളത് കൊണ്ട് ഈ ഒരു പണി എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയതാണ് ഗൈസ് അമ്മമാർക്കൊക്കെ. അങ്ങനെ അതൊക്കെ കഴുകി പിഴിഞ്ഞൊക്കെ എടുത്ത് ഉണക്കാനൊക്കെ കൊണ്ടിട്ടതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിൽ കുറച്ച് വെളിച്ചെണ്ണയല്ല സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ പുരുഷ പത്രികൾ പൊരിക്കാനായിട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ വലുതും ചെറുതുമായിട്ടുള്ള പത്രികൾ പൊരിക്കാനായിട്ട് എണ്ണ വെച്ചപ്പോഴേക്കുമാണ് ഇക്ക വിളിച്ചത് ഗൈസ്. അങ്ങനെ കോൾ എടുക്കാനായിട്ട് പോയി ഗൈസ്. അതിനിടയിൽ ഹേസൂട്ടനെ നോക്കിയ സമയത്ത് അവൻ നേരത്തെ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് സ്ട്രോബെറി എടുത്ത് വീണ്ടും അതിനകത്തിട്ട് കളിക്കുകയായിരുന്നു ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്ന് നമ്മുടെ പത്രികൾ പൊരിച്ചെടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് അതിനകത്ത് ഒട്ടിപ്പോയി. പിന്നെ ഞാൻ വീണ്ടും സെറ്റ് ചെയ്തു. അതിന് ശേഷം മറിച്ചിടലുകളായിരുന്നു. അതിന് ശേഷം ആണ് ഞാൻ ആ ഒരു നഗ്ന സത്യം അറിഞ്ഞത് ഗൈസ്. ഇത് നന്നായിട്ട് മുറിഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും ഗൈസ്. അതുകൊണ്ട് ഒന്നിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് കേട്ടാൽ പോലും ഒന്നും ആകത്തില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ വേറൊരു പാൻ കൂടെ വെച്ചു. ഐഡിയ വേണം.
എന്താടാ അങ്ങനെ വേറൊരു പാനും കൂടെ വെച്ച് കൊടുത്ത് അതിലും കൂടെ എണ്ണ ഒഴിച്ച് അതിലും കൂടെ ഇട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പെട്ടെന്നൊക്കെ ആക്കിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ പെട്ടെന്നൊന്നും ആയില്ല കേട്ടോ. സംഭവത്തിൽ മൊരിഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതിൻ്റെ ആ ഒരു കളറ് ചേഞ്ച് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അത് ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും എന്നുള്ള പേടിയും വേണ്ട, കരിയത്തൊന്നുമില്ല അങ്ങനെയൊന്നും. കാരണം ആ ഒരു ഗോൾഡൻ കളർ ആവാൻ തന്നെ കുറച്ച് നേരം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചപ്പം എൻ്റെ മോനങ്ങനെ ഇരുത്തോ ഇതാ വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് നല്ല ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്, കഷ്ടം എൻ്റെ കൊച്ച് തുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും വെള്ളം മാത്രം ഒഴിച്ചിട്ട് അവിടെ പോയിരുന്നു. എനിക്ക് വയ്യ അവൻ്റെ കാര്യം. അതിന് ശേഷം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് വന്നപ്പോൾ മറ്റേ മണിച്ചിത്രത്താഴിൽ നാഗവല്ലി ആ ഒരു പാട്ടിന് മുന്നേ ആയിട്ടുള്ള ഒരു സീനില്ലേ, ശോഭനെല്ലാം ഊരിയൊക്കെ ഇട്ടിട്ട് പോകുന്ന അതുപോലത്തെ ഒരു സീനായിരുന്നു കേസ് ഇത്. മൊത്തം അവിടെ ഇവിടെ എല്ലാം വലിച്ചെറിയൊക്കെ ഇട്ട് കേസ് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വന്നപ്പോഴേക്കും ഞാൻ തളർന്നു. പിന്നെ എനിക്ക് വയ്യായിരുന്നു കേസ് ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പൊരിപ്പൊന്നും അതുകൊണ്ട് ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് ഒക്കെ വന്നപ്പോൾ പോയി മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. ആദ്യം ഞാനൊക്കെ വിളിച്ച സമയത്ത് നല്ല എനർജിയൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം റെഡിയാക്കി ഒന്ന് ഇരിക്കാന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം ഇരുന്നോ ഒന്ന് സ്നേഹിക്കാന്നൊക്കെ വിചാരിച്ചപ്പം വീണ്ടും അവൻ ഇങ്കിന് വേണ്ടി കരയാണ് ഗൈസ്. നോമ്പായിട്ട് ഇങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള എനർജി എല്ലാം പോവും. അതുകൊണ്ട് ഞാൻ വിഷയമൊക്കെ മാറ്റി പാലുകുടി നിർത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ആവശ്യമില്ലാത്ത പാലുകുടികൾ നോമ്പിൽ ഞാൻ എങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല ഗൈസ്, നമ്മൾ ഒരുപാട് ടയേർഡ് ആവില്ലേ. അങ്ങനെ അതിനൊക്കെ ശേഷം ഇക്ക വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇക്കയൊക്കെ വന്നപ്പോൾ ഒത്തിരി ഒന്ന് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കാനുള്ള ടൈം കിട്ടി. കാരണം പിന്നെ ഇക്കാടെ നെഞ്ചത്തായിക്കോളും അവൻ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇക്കാടെ കൂടെയൊക്കെ നടന്നു. പിന്നെ ഞാൻ കഞ്ഞി വയ്ക്കാനായിട്ട് കിച്ചണിൽ കയറി. കഞ്ഞി എന്തായാലും വേണം, ഹേസുട്ടനും കൊടുക്കാം, പിന്നെ നമുക്കും ക്ഷീണത്തിന് നല്ലതാണ് കഞ്ഞി. അങ്ങനെ കഞ്ഞി ആക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തു. തണ്ണിമത്തനും മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. മാങ്ങ ഇന്ന് ജ്യൂസ് അടിക്കണം, ഇന്നലെ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു ഷേക്ക് പോലെ. അത് കൊള്ളായിരുന്നു കേട്ടോ ഗൈസ്. പക്ഷേ നമ്മുടെ അവക്കാഡോ കുറേ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് പാഴിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാനിന്ന് അവക്കാഡോ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുക്കറിൽ കഞ്ഞിക്കുള്ള അരിയൊക്കെ ഇട്ടിട്ട് ഞാൻ തണ്ണിമത്തനും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനായിട്ട് എടുത്തേ. അതൊക്കെ പടപടയും ചെയ്ത് കുറച്ച് എനർജി ബാക്കിയുള്ളത് കൊണ്ടാണ് ഗൈസ്. ഒട്ടും വയ്യായിരുന്നു എങ്കിലും ഇതൊക്കെ കട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. കട്ട് ചെയ്യാതെ പറഞ്ഞതാണ്, പക്ഷേ ഹേസുട്ടൻ ഒരു വിധത്തിൽ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ കട്ട് ചെയ്തു ഗൈസ്. അതിന് ശേഷം അവക്കാഡോ ഒക്കെ ഷേക്ക് ആക്കാനായിട്ട് അവക്കാഡോ ഒക്കെ എടുത്തുകൊണ്ട് വന്ന സമയത്ത് ഇക്കായും ഹേസും താഴെ പോയിട്ട് സ്നാക്ക് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. തൊട്ട് താഴെ തന്നെയാണ് കേട്ടോ ഒരു കോഫി ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള സ്നാക്സ് എല്ലാ ഐറ്റംസും കിട്ടും. അങ്ങനെ അവിടെ എല്ലാ മലബാർ ഐറ്റംസും കിട്ടും കേട്ടോ. അതിന് ശേഷം അങ്ങനെ അത് പോയി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേസ്റ്റൊക്കെ കെട്ടി കൊടുത്തു വിട്ടു. ഹേസുട്ടനും ഇക്കായും കൂടെ പോയി അങ്ങനെ ഷേക്കൊക്കെ ആക്കി ഗ്ലാസ്സിലേക്കൊക്കെ മാറ്റി കൊടുത്തു. അതിന് ശേഷം കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പുണ്ടാക്കി. കുറച്ച് തേങ്ങാപ്പൊടിയും കുറച്ച് പെരിഞ്ചീരകവും പട്ട, ഏലക്ക, ഗ്രാമ്പൂ, പിന്നെ മുഴുവൻ കുരുമുളക്, പിന്നെ കുറച്ച് ജീരകം, ഒരു അല്ലി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടു. കുറച്ച് മാത്രമേ കുരുമുളക് ഇടത്തുള്ളൂ. ഹേസുട്ടൻ ഇപ്പം അരച്ച് വീട്ടിയ കഞ്ഞി ഇത്തിരി ഇഷ്ടമാണ്, എന്നാലും വലിയ ഗുണമൊന്നും ഇല്ല, കഴിക്കുന്നേ ഉള്ളൂ. ആദ്യമൊക്കെ കുറച്ച് തുപ്പിയൊക്കെ കളയുമായിരുന്നു. ഇപ്പം പ്ലെയിൻ കഞ്ഞിയേക്കാളും കുറച്ചൊന്നും ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. ഇഷ്ടപ്പെടുമായിരിക്കും. എന്തായാലും രണ്ട് തരത്തിലുള്ള കഞ്ഞിയൊന്നും ഉണ്ടാക്കാൻ വയ്യ ഗൈസ്, ഒട്ടും വയ്യ. അങ്ങനെ ഇക്കായും ഹേസുട്ടനും സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു ഗൈസ്. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പ്ലേറ്റിലേക്കൊക്കെ മാറ്റി. അതിന് ശേഷം ഹേസുട്ടനെ അവിടെ കളിക്കാനാക്കിയിട്ട് ഇക്കായും ഡ്രസ്സൊക്കെ മാറ്റാനായിട്ട് പോയി ഫ്രഷ് ആവാനായിട്ട്. അപ്പോഴേക്കും ഇതൊക്കെ എടുത്ത് വെച്ച് ഇവിടെ നിന്ന് കളിക്കുകയാണ് ഗൈസ്. വീണ്ടും ഇങ്ങനെ തിരിച്ച് കയറിയ സമയത്ത് ഇക്ക ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് കീ എടുത്ത് കൊടുത്തതാണ് ഗൈസ്. ഇനി കീ എവിടെയെങ്കിലും കൊണ്ട് കളയുമെന്ന് പേടിച്ചിട്ട് ഞാൻ കൂടെ തന്നെ നിന്നു. അങ്ങനെ കിച്ചൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കീ എവിടെയെങ്കിലും കൊണ്ടിടുമോ നോക്കി പിറകെ നടക്കുമായിരുന്നു. അത് പോയി കഴിഞ്ഞാൽ പിന്നെ തെണ്ടിപ്പോവും, അതുകൊണ്ട് നോക്കി നടക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തരുമെന്നൊക്കെ വിചാരിച്ചെങ്കിലും തന്നില്ല. നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുന്നേ വരെ കയ്യിലുണ്ടായിരുന്നു ഗൈസ്. പിന്നെ എല്ലാം റെഡിയൊക്കെ ആക്കി. പിന്നെ നമ്മൾ ഗ്രൂപ്പ് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ നിന്ന സമയത്ത് അതൊക്കെ വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു. താഴെ എങ്ങാനും ഇട്ട് കഴിഞ്ഞാൽ തെണ്ടിപ്പോവും, കാരണം തുറക്കാനായിട്ട് പറ്റില്ല. നമ്മൾ അവിടെ നിന്ന് വലിയ ഷോ ഒന്നും ഇറക്കാൻ നിൽക്കാതെ നേരെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാങ്ക് കേട്ടെ. പിന്നെ നമ്മൾ നോമ്പൊക്കെ മുറിച്ചു. ഹേസുട്ടൻ അപ്പോഴും ഓട്ടവും ബഹളമൊക്കെ തന്നെ ആയിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ പിടിച്ചിരുത്തി നോമ്പൊക്കെ തുറപ്പിച്ചു. നോമ്പില്ലാത്തവനെ നോമ്പ് തുറപ്പിച്ചു. പിന്നെ ഇക്കാടെ ഇരിക്കുമ്പോൾ എൻ്റെ വരണം, എൻ്റെ ഇരിക്കുമ്പോൾ ഇക്കാടയിൽ പോകണം. അങ്ങനെയൊക്കെ ഉള്ള ചാടക്കും ഓടക്കമൊക്കെയാണ് ഗൈസ്. കുറച്ചൊക്കെ കഴിച്ച് കുത്തി മറിഞ്ഞതിൻ്റെ ക്ഷീണം കാരണം കുട്ടി പെട്ടെന്ന് ഉറങ്ങി എന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ ഉറങ്ങിയിട്ടില്ല ഗൈസ്. ഉറങ്ങി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നമസ്കരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോൾ ഉണർന്നു. അങ്ങനെ ഇക്ക പോയി. ഞാൻ പിന്നെ നമസ്കരിക്കാനായിട്ട് വന്നപ്പോൾ ഇവിടെ സ്റ്റാൻഡിൽ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ചതിന് ശേഷം ഞാൻ ആദ്യം നിസ്കരിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ നിസ്കരിക്കാനായിട്ട് കയറി. ഇക്ക ഹേസുവിനെ ഉറക്കാനായിട്ട് തൊട്ടിലൊക്കെ ഇട്ട് ആട്ടുന്നുണ്ടായിരുന്നേ.
അതിനുശേഷം ഞാൻ നമസ്കരിച്ചിട്ട് വന്നിട്ടും ആ ആട്ടൽ തീർന്നില്ല. ഹേസു ആണെന്ന് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞൊക്കെ നമസ്കരിച്ചോ, ഞാൻ ആട്ടി കൊടുക്കാമെന്ന്. ചെക്കനെന്ന് എന്തോ പറ്റിയിട്ടുണ്ടായിരുന്നു, ഉറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എടുത്ത് വെച്ച് കയ്യിൽ വെച്ചിട്ട് ഉറക്കാന്നൊക്കെ പറഞ്ഞു. ഇക്കടുത്ത് നമസ്കരിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഇക്ക നമസ്കരിച്ചിട്ടൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം കയ്യിൽ വെച്ചിട്ടും ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ തൊട്ടിലിട്ട് പിന്നെ ഉറക്കി. കുറച്ച് കഴിഞ്ഞ് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചായയൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. കഞ്ഞി ഒന്ന് ചൂടാക്കി ഇക്കാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്ക ചായയൊക്കെ ഇട്ടു, അതൊക്കെ ഒഴിച്ചു. നമ്മൾ പത്തിരിയും ചിക്കൻ കറിയായിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് പ്ലേറ്റിലൊക്കെ എടുത്തു. കാണാനായിട്ട് ഭയങ്കര മൊഞ്ചായിരുന്നു ഗൈസ്. പക്ഷേ നല്ല ഹാർഡായിപ്പോയി ഗൈസ്. എന്താണെന്ന് അറിയാൻ വയ്യ. ആളെറിഞ്ഞാൽ വീണ് മരിക്കുകയൊന്നുമില്ല, ആ ഒരു പരുവൊന്നും അല്ലായിരുന്നു. പക്ഷേ എന്തോ ഒരു ഹാർഡ്നെസ് ഉണ്ടായിരുന്നു. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അല്ലായിരുന്നു. പുറമേ ക്രിസ്പി ആയിട്ടും അകമേ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനുള്ള സംഭവമാണ്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, മൈദയും റവയൊക്കെ ഇടുന്നവരുടെ ആ ഒരു പിറകിലത്തെ ഛേദോ വികാരം എനിക്ക് മനസ്സിലായി ഗൈസ്. ഭയങ്കര ഹാർഡായി പോകുന്നത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചൂടോടെ ആ സമയത്ത് തന്നെ കഴിക്കണമായിരുന്നു. നമ്മളിപ്പോൾ നോമ്പ് സമയത്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൂടോടെ അപ്പം തന്നെ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ടേസ്റ്റ് അപാരമായിരുന്നു. എനിക്കാർക്കും ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ കുറച്ചൊന്ന് ഹാർഡായി പോയെന്നേ ഉള്ളൂ. അങ്ങനെ പ്ലേറ്റിലൊക്കെ എടുത്തപ്പോഴേക്കും നമ്മുടെ കുട്ടൻ വീണ്ടും എഴുന്നേറ്റു. ഇന്ന് ഉറക്കം എന്തോ പറ്റുന്നില്ല. അങ്ങനെ അവൻ്റെ കുഞ്ഞു പത്തിരി അവനും കൊടുത്തു. അതിനുശേഷം നമ്മൾ കഴിച്ചു. എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നേ, കുറച്ചൊന്ന് ഹാർഡായി പോയി, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൈദമാവ് ഇട്ടിട്ട് ചെയ്യണേ, അപ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. നല്ല കഷ്ടപ്പെട്ടെടുത്ത വ്ളോഗാണ്. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും, ബൈ.